സ്വർണ്ണക്കൊള്ളയാണ് ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന മെയിൻ ഘടകങ്ങൾ. എല്ലാ ദേവാലയങ്ങളിലും അമ്പലങ്ങളിലും പാർട്ടിക്കാർ ഭരണം ഏറ്റെടുക്കുക എന്നാണ് CPM-ൻ്റെ ഒരു തീരുമാനം. കേരളത്തിലെ ഭരണം കൊണ്ട് കേരള ജനത പൂർത്തി മുട്ടിയിരിക്കും. പിണറായി വിജയൻ നമുക്കറിയാം, അവിടെ പാൻറ്റിട്ട മോദി, ഇവിടെ മൂണ്ട് കൊടുത്ത മോദി എന്നുള്ളത് അതിൻ്റെ അകത്ത് യാതൊരു മാറ്റങ്ങളും ഇല്ല. എല്ലാ നിത്യോപസാധനങ്ങൾക്കും നമുക്ക് തീപിടിച്ച വിലയാണ്. നമുക്ക് വാങ്ങാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആഹാരം കഴിക്കണം. കൊച്ചു പിള്ളേരുള്ള വീടുകളിലൊന്നും ഇപ്പം വാർത്ത വെക്കാൻ മേലാത്തൊരവസ്ഥയായി. EP കേസ് കേട്ടും പരാതി മാത്രമായിട്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് എന്താണ്? സ്വർണ്ണക്കൊള്ളയാണ് ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന മെയിൻ ഘടകങ്ങൾ. അത് കഴിഞ്ഞാണ് നിത്യോപസാധനങ്ങളുടെ വില വർധനവിനെ കുറിച്ച്. എല്ലാവിധ വെളിച്ചെണ്ണയെന്ന് മാത്രം പറയേണ്ട കാര്യമില്ല. എല്ലാ നിത്യോപസാധനങ്ങൾക്കും നമുക്ക് തീപിടിച്ച വിലയാണ്. നമുക്ക് വാങ്ങാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആഹാരം കഴിക്കണ്ടേ. ഇതിനെ ഒരു അറുതി വരുത്തുക എന്നുള്ളതേ ഉള്ളൂ. അത് ഇവിടുത്തെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടി പറ്റുന്നുണ്ടോ ഈ തെരഞ്ഞെടുപ്പിൽ? പറ്റണമല്ലോ. നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പറയാനും പറഞ്ഞു ഫലിപ്പിക്കാനും നമ്മൾ ശ്രമിക്കുന്നതിലുപരി അത് നമ്മൾ പ്രാവർത്തികമാക്കി എടുക്കുകയും കൂടെ ചെയ്യണം. ചെയ്ത് നമുക്ക് ഈ ദുഷ്പന്നത്തിൽ നിന്ന് നമുക്കൊന്ന് 6 മാസം കഴിയുമ്പോൾ കരകയറാൻ പറ്റത്തുള്ളൂ. ഈ മറ്റുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രചരണം വരുന്നത്. ഇതൊന്നുമല്ല. ഇത് നമ്മൾ സ്വർണ്ണക്കൊള്ളയാണ്. ഇത് നമുക്ക് പറയാൻ പറ്റും. സ്വർണ്ണക്കൊള്ള പറയുമ്പോഴേ വേറെ ഒന്നും തന്നെ പറയേണ്ടി വരുന്നില്ല. അന്നേരം പിന്നെ നമ്മുടെ പെൻഷൻ 400 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസിന് വില കൂട്ടി വെച്ചില്ലേ. അതുപോലെ നിത്യോപസാധനങ്ങൾക്ക് നമുക്ക് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത എന്ത് വസ്തു ഉണ്ടോ ആ വസ്തുവിന് മുഴുവൻ നമുക്ക് വില കയറിക്കൊണ്ടിരിക്കുന്നിടത്ത് നമുക്ക് പറഞ്ഞാൽ 98-100% പറയാൻ അത് തന്നെയേ ഉള്ളൂ. നമ്മൾ സാധാരണക്കാരൻ പൊറുതി മുട്ടി എന്നുള്ളതാണ് സത്യം. നമ്മുടെ കേരളത്തിലെ ഭരണം കൊണ്ട് കേരള ജനത പൂർത്തി മുട്ടിയിരിക്കുന്നു. തിരുവല്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അതിനെ മൂടി വെക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാരും BJP കൂടെ കൂടി ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയങ്ങൾ പൊക്കിക്കൊണ്ട് വരുന്നത്. ചാനലുകാരും അതിൻ്റെ പുറമേ പോകുന്നു. ചാനലുകാർ ഇപ്പോൾ സത്യത്തിൽ പറയാതെ നമ്മൾ വാർത്ത പോലും ഞാനിപ്പം കുറച്ച് ദിവസമായിട്ട് വെക്കുന്നില്ല. ഒരു ചാനലും കാണാൻ പറ്റത്തില്ല. ചാനലിൽ മുഴുവനും ഈ ഒരു സംസാരം മാത്രമേ ഉള്ളൂ. ജനങ്ങൾ മുഴുവൻ ഈ ചാനൽ വാർത്ത വെക്കാതുണ്ട്. ഒരുമാതിരിപ്പെട്ട ആൾക്കാർ മുഴുവൻ അതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. കാരണം വെച്ചാൽ കൊച്ചു പിള്ളേരുള്ള വീടുകളിലൊന്നും ഇപ്പം വാർത്ത വെക്കാൻ മേലാത്തൊരവസ്ഥയായി. EP കേസ് കേട്ടും പരാതി മാത്രമായിട്ട് ചാനൽ മറ്റു വിഷയങ്ങളൊന്നും ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നപ്പോൾ നമുക്കറിയാമല്ലോ, ശബരിമല എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ദേവാലയത്തിൽ ചെന്നാൽ നമ്മളാണെങ്കിലും ഒരു 10 പൈസ മുറ്റത്ത് കിടപ്പുണ്ടെങ്കിൽ എടുത്ത് അങ്ങോട്ട് ഇടുകയുള്ളൂ. ഇതിപ്പോൾ ആ ദേവാലയത്തിലെ ഇത് മോഷ്ടിച്ചുകൊണ്ട് പോയി, കിലോ കിടന്ന സാധനം കൊണ്ടുപോയി. ഇത് ഇത്രയൊന്നും അല്ല കൊണ്ടുപോയിരിക്കുന്നത്. ഇതിന് കടക്കില്ല. ഹൈക്കോടതി ബന്ധപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അന്വേഷണം വന്നിരിക്കുന്നത്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പോലീസ് അന്വേഷിക്കുന്നെങ്കിൽ ഇതൊന്നും പുറത്ത് വരാനും പോകുന്നില്ല. ഇവരുടെ ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ എല്ലാ ദേവാലയങ്ങളിലും അമ്പലങ്ങളിലും പാർട്ടിക്കാർ ഭരണം ഏറ്റെടുക്കുക എന്നാണ് CPM-ൻ്റെ ഒരു തീരുമാനം. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ ഇവരാരും ദൈവവിശ്വാസികളല്ലാത്തതുകൊണ്ട് ഈ ഭരണം ഏറ്റെടുത്ത് കഴിയുമ്പോൾ ഇവർക്ക് ഇതിൻ്റെ അകത്ത് കൊണ്ടുപോകാനുള്ള മുഴുവൻ കൊണ്ടുപോകാം. ഈശ്വരവിശ്വാസിയാണ് ഇത് ചെയ്യത്തില്ല. ഈശ്വരവിശ്വാസി അല്ലാത്തതുകൊണ്ടാണ് ഇത് മുഴുവൻ ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ മുഖ്യമന്ത്രിക്ക് എതിരെ ED നോട്ടീസ് അറിഞ്ഞിരുന്നോ? ED നോട്ടീസ് അയച്ചെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒരു കേന്ദ്രവും സംസ്ഥാന ഇവരും തമ്മിലുള്ള ഒരു ഒത്തുകളി എന്നുള്ളതേ ഉള്ളൂ. അതിൻ്റെ അകത്തൊന്നും ഒരു കഥയില്ല. ED ഒന്നും ചെയ്യുന്നതും പോകുന്നില്ല. ഇതൊരു BJP ആയിട്ടോട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. പിണറായി വിജയൻ നമുക്കറിയാം, അവിടെ പാൻറ്റിട്ട മോദി, ഇവിടെ മൂണ്ട് കൊടുത്ത മോദി എന്നുള്ളതേ ഉള്ളൂ. അതിൻ്റെ അകത്ത് യാതൊരു മാറ്റങ്ങളും ഇല്ല. അപ്പോൾ അവിടെ ചെന്ന് മോദിയെ കണ്ടു കഴിയുമ്പോൾ തൊഴുത് കഴിയുമ്പോൾ ഈ കേസെല്ലാം മുങ്ങിപ്പോവുകയും ചെയ്യും. ഈ സാധാരണക്കാരുടെ കാര്യം പറയും, ഈ വെളിച്ചെണ്ണയ്ക്ക് വരെ 470 രൂപ ആയിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെയല്ല, ഏത് സാധനത്തിനും ഇപ്പോൾ നമുക്ക് മേടിക്കാൻ പറ്റുന്നത്. ഇപ്പം 400 രൂപ പിന്നെ പെൻഷന് കൂട്ടി നമ്മൾ സമ്മതിക്കുന്നു. അത് ഈ 10 വർഷത്തിനിടയ്ക്കാണ് കൂട്ടിയത്. അവർ 2500 രൂപ തരാമെന്നും പറഞ്ഞ് കയറിയിട്ട് 10 വർഷത്തിനിടയ്ക്ക് അവസാനം തീരാൻ പോകുന്ന സമയത്താണ് 400 രൂപ കൂട്ടി. 400 രൂപ നമുക്ക് കിട്ടിയത് അത് കറണ്ട് കാശ് ഇപ്പം കൂട്ടിയത് അടയ്ക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. ഈ 400 രൂപയ്ക്ക് കറണ്ട് കാശ് അടയ്ക്കാൻ പറ്റുമോ? അടയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ അങ്ങനെയുള്ള ഓരോ വസ്തുവിൻ്റെ കാര്യം, കെട്ടിട നികുതി, എവിടെയും കൂട്ടത്. ഒരു പെർമിറ്റ് വേണമെങ്കിൽ രൂപ കൊടുക്കണം. ഇതിനെല്ലാത്തിനും ഇരട്ടിയായിട്ട് വില കൂട്ടിയില്ലേ. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു തരത്തിലും ഞങ്ങൾക്ക് ഇതുകൊണ്ട് ഈ വർധന കൊണ്ട് യാതൊരു പ്രയോജനവും ഞങ്ങളെപ്പോലുള്ള നാട്ടുകാർക്ക്, സാധാരണക്കാർക്ക്, അല്ല സർക്കാർ ഉദ്യോഗ ഒരു പിയൂൺ പണിയോ സർക്കാരിൽ എന്തെങ്കിലും ജോലിയുള്ളവർക്ക് മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. സാധാരണക്കാർക്ക് ജീവിക്കാൻ ഒരു നിർവാഹവും ഇല്ല. അതാണ് ഇതിനകത്ത് മുഖ്യ വിഷയം. അപ്പോൾ ഇങ്ങനെയുള്ള യഥാർത്ഥത്തിലുള്ള വിഷയങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത്. ഇത് ചർച്ച ചെയ്യാനായിട്ട് ആരും തയ്യാറാകുന്നില്ല. മീഡിയ, പ്രത്യേകിച്ച് മാധ്യമങ്ങളിന്ന് ഇപ്പോൾ മുഴുവൻ അവർക്ക് ഈ മസാല കഥകൾ മതി. അതിൻ്റെ പുറകെ അവർ പോകുന്നു. അതുകൊണ്ട് യാതൊരു പ്രയോജനവും നാട്ടിലെ ജനങ്ങൾക്ക് ഉണ്ടാകുന്നില്ല. പക്ഷേ ഇതെല്ലാം ഓരോ ചാനലും മാറി വെച്ച് ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നുകൊണ്ട് ജനങ്ങൾക്കൊന്നും ഇത് ആര് പറഞ്ഞെന്ന് പറഞ്ഞാലും ഈ അമ്പലക്കൊള്ളയൊന്നും മൂടി വെക്കാൻ ഇവരെ കൊണ്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല.